بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. رحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ക്രമീകരിക്കുവാനും മതപരമായി ചിട്ടപ്പെടുത്തുവാനും എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. വ്യതിയാനത്തിൻ്റെ കാരണങ്ങൾ എന്ന വിഷയത്തിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാനും കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയത്. ഇന്ന് അതിൻ്റെ ബാക്കി ചില കാര്യങ്ങളാണ് നമ്മൾ തുടർത്തി സംസാരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തുടക്കത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുനഫാക്കളായി അഥവാ ഋജുമനസ്കരായി ഇസ്ലാമിക പ്രകൃതിയിലായി മനുഷ്യരെ സൃഷ്ടിക്കുന്നു. എന്നാൽ മനുഷ്യരുടെ അടുക്കൽ പിശാചുക്കളെത്തി പിശാചുക്കളാണ് മനുഷ്യരെ അവരുടെ ആദർശത്തിൽ നിന്ന് തെറ്റിക്കുന്നത് എന്ന് നമ്മൾ ഉണർത്തിയിരുന്നു. അയ്യാബ് അൽ മുജാശിഇയിൽ നിന്ന് സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ ഇപ്രകാരമാണ് ആ വിഷയത്തിലുള്ളത്: വഇന്നഹും അതത്ഹും ശയാത്തീൻ ഫജ്തലത്ഹും അൻ ദീനിഹിം. ശുദ്ധപ്രകൃതിയിൽ ഇസ്ലാമിക മില്ലത്തിൽ ആദർശത്തിൽ ജനിക്കുന്നവരുടെ അടുക്കൽ പിശാചുക്കൾ എത്തുകയും അവരുടെ ആദർശത്തിൽ നിന്ന് പിശാചുക്കൾ അവരെ തെറ്റിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പിശാച് തെറ്റിക്കുന്ന രീതികളും അതേപോലെ തന്നെ കാര്യങ്ങളുമാണ് പിന്നീട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. അപ്പോൾ സത്യമാർഗത്തിൽ നിന്ന്, ശരിയായ ആദർശത്തിൽ നിന്ന് പിശാച് മനുഷ്യരെ തെറ്റിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാൽ നമുക്ക് മുന്നറിയിപ്പ് നൽകി. ഇന്ന ശൈത്താന ലക്കും അദു ഫത്തഖിദൂഹു അദുവ
നിശ്ചയം ഷൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് ഷൈത്താനെ നിങ്ങൾ ശത്രുവായി സ്വീകരിക്കുക. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. ഇന്നമാ യദ്ഉ ഹിസ്ബഹു, ഷൈത്താൻ തൻ്റെ കക്ഷിക്കാരെ ക്ഷണിക്കുന്നത് ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവർ നരകത്തിൻ്റെ അഹ്ലുകാരാകുവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ പിശാച് മനുഷ്യരെ വഴിതെറ്റിക്കുവാനും മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനും പണിയെടുത്തുകൊണ്ട് ഈ ദുനിയാവിലുണ്ട്. അങ്ങനെയുള്ള ഒരു പിശാചിനെ മിത്രമായി കണ്ടാൽ പിശാച് വഴി തെറ്റിക്കുകയുള്ളൂ, ഒരിക്കലും നേർമാർഗത്തിൽ വഴി നടത്തിക്കുകയില്ല. അതുകൊണ്ട് ശൈത്താനെ നിങ്ങൾ ശത്രുവായി കാണണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉണർത്തി. കമസലി ശൈത്താൻ ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മാ കഫർ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. കപട വിശ്വാസികളുടെയും ജൂതന്മാരുടെയും ഉപമ അല്ലാഹു ശൈത്താനെ, അവർക്കുള്ള ഉപമ ശൈത്താന്റെ ഉപമയായിട്ട് പറഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ, ശൈത്താൻ മനുഷ്യനോട് പറഞ്ഞു നീ അവിശ്വസിക്ക്. ഫലമ്മാ കഫർ, ശൈത്താന്റെ പ്രേരണയാൽ മൊഴിയാൽ മനുഷ്യൻ അവിശ്വസിച്ചപ്പോൾ ശൈത്താൻ പറഞ്ഞു ഇന്നി ബരീഉം മിൻക, ഞാൻ നിന്നിൽ നിന്ന് നിരുത്തരവാദിയും ഒഴിയുന്നവനുമാണ്, ഞാൻ നീയായിട്ടൊരു ബന്ധമല്ല. അവിശ്വസിച്ചപ്പോൾ പിന്നെ ശൈത്താൻ വഴി മാറി. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവെ ഭയക്കുന്നു. പക്ഷേ ഫകാന ആഖിബതഹുമാ അന്നഹുമാ ഫിന്നാർ, അവിശ്വസിക്കാൻ പറഞ്ഞ ശൈത്താനും അവിശ്വസിച്ച മനുഷ്യനും രണ്ടാളുടെയും പര്യവസാനം രണ്ടാളും നരകത്തീൻ്റെ വിറകായി എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, നേർമാർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ദുനിയാവിലേക്ക് കടന്നു വന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വഴി തെറ്റിക്കുന്ന, മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന പിശാചുക്കൾ ഇവിടെയുണ്ട്. മനുഷ്യ പിശാചുക്കളുണ്ട്, ജിന്ന് പിശാചുക്കളുണ്ട്. നമ്മൾ ഈ പിശാചുക്കളെ കരുതുകയും ഇവരിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടുകയും ചെയ്യേണ്ടതുണ്ട്. മനുഷ്യർ മാർഗത്തിൽ നിന്ന് ഭ്രംശികളാകുന്ന, വ്യതിചലിക്കുന്ന മറ്റൊരു കാരണമാണ് വിവരക്കേട്. വിവരക്കേട് ആളെ കൊല്ലുന്ന രോഗമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അൽ ജഹ്ലു ദാഉൻ ഖാതിലുൻ വശിഫാഉഹു അംറാനി ഫി തർതീബി മുത്തഫിഖാനി നസ്സു മിനൽ ഖുർആനി ഔ മിൻ സുന്നത്തിൻ വതബീബു ദാകൽ ആലിമുർ റബ്ബാനി. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതാണ്, അൽ ജഹൽ വിവരക്കേട്, ദാഉൻ ഖാതിലുൻ മനുഷ്യരെ കൊല്ലുന്ന രോഗമാണ്, വശിഫാഉഹു ആ രോഗം മാറാൻ മരുന്ന്, അംറാനി ഫി തർതീബി മുത്തഫിഖാനി രണ്ട് കാര്യങ്ങളാണ്, ക്രമാനുബദ്ധമായ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് നസ്സു മിനൽ ഖുർആനി ഔ മിൻ സുന്നത്തിൻ, വിശുദ്ധ ഖുർആൻ പ്രമാണമായി ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. ഔ മിൻ സുന്നത്തിൻ, അല്ലെങ്കിൽ സുന്നത്ത് അത് മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ജഹ്ലാകുന്ന രോഗത്തെ ചികിത്സിക്കുവാനുള്ള മരുന്ന്. വതബീബു ദാകൽ ആലിമുർ റബ്ബാനി, പടച്ച തമ്പുരാനെ പേടിക്കുന്ന, അള്ളാഹുവിനെ ഭയക്കുന്ന പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന മരുന്നുപയോഗിച്ച് ജഹ്ലിനെ ചികിത്സിക്കണം എന്നാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. അപ്പോൾ വിവരക്കേട് കൊണ്ടുള്ള അപകടം ചില്ലറയല്ല. വിവരക്കേട് മനുഷ്യരെ നാശകർത്തത്തിൽ ആപതിപ്പിക്കും. ദീനനുസരിച്ച് പ്രവർത്തിക്കുവാനും ദീന് പറയുവാനും ദീനിൽ ഫത്വ കൊടുക്കുവാനും ഇൽമാണ് വേണ്ടത്, ജഹ്ല് ആയിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞത് ഇന്നമാ
ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. അല്ലാഹു തെറ്റുകുറ്റങ്ങളെ എണ്ണിയപ്പോൾ ഗൗരവമുള്ളതിന് അവസാനം പറഞ്ഞ് ഗൗരവം കുറഞ്ഞതിനെ പിന്നീട് ആദ്യം പറയുകയുണ്ടായി. ക്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകളുടെ ക്രമം പറഞ്ഞപ്പോൾ ഗൗരവം കൂടിയതിനെയാണ് അവസാനം പറഞ്ഞത്. താരതമ്യേന ഗൗരവം കുറഞ്ഞതിനെ തുടക്കത്തിൽ പറഞ്ഞു. ഗൗരവമേറിയത് അല്ലാഹു പറഞ്ഞത് വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയലാണ്. കാരണം വിവരക്കേട് വിളമ്പലാണ് വിശിഷ്യ അള്ളാഹുവിന്റെ വിഷയത്തിൽ. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഫ്താ ബിഗൈരി ഇൽമിൻ കാന ഇസ്മുഹു അലാ മൻ അഫ്താ. വിവരമില്ലാതെ വല്ലവനും ഫത്വ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പാപം, ആ ഫത്വ കൊടുത്ത് വിവരക്കേട് പ്രവർത്തിച്ചതിന്റെ കുറ്റം ഫത്വ പറഞ്ഞവൻ ആരാണോ അവന്റെ മേലാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അപ്പോ ദീനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ ഇൽമ് വേണം, ദീന് പറയണമെങ്കിൽ ഇൽമ് വേണം, ഫത്വ കൊടുക്കാൻ ഇൽമ് വേണം. രണ്ടാളുകൾക്കിടയിൽ വിധി കൽപ്പിക്കുവാനോ അതിനും ഇൽമ്, അറിവ് ആവശ്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖുദാതു സലാസത്തുൻ, വിധികർത്താക്കൾ ഖാദിമാർ 3 കൂട്ടരാണ്. വാഹിദുൻ ഫിൽ ജന്ന, ഖാദിമാരിൽ ഒരാൾ സ്വർഗ്ഗത്തിലാണ്. വ ഇസ്നാനി ഫിന്നാർ, 2 പേർ നരകത്തിലാണ്. ഫഅമ്മല്ലദീ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഖാദി ആരാണ്? ഫറജുലുൻ അറഫൽ ഹഖ ഫഖദാ ബി, ഹഖ് മനസ്സിലാക്കിയിട്ട് അത് വിധിച്ചവനാകുന്നു സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ജഡ്ജി, ഖാദി. എന്നാൽ നരകത്തിൽ പോകുന്ന 2 പേരുണ്ട്. അവരാരാണ്? വറജുലുൻ അറഫൽ ഹഖ് ഫജാറ ഫിൽ ഹുക്ം ഫഹുവ ഫിന്നാർ, ഒരാൾ ഹഖ് മനസ്സിലാക്കി, സത്യം മനസ്സിലാക്കി, അറിഞ്ഞു, പക്ഷേ വിധിക്കുമ്പോൾ അതിൽ അന്യായം കലർത്തി വിധിച്ചു. ഫഹുവ ഫിന്നാർ, അറിഞ്ഞിട്ടും അന്യായത്തിൽ വിധിച്ചത് കാരണത്താൽ അയാൾ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. രണ്ടാമത് നരകത്തിൽ പോകുന്ന ഖാദി ആരാണ്? വറജുലുൻ ഖദാ ലിന്നാസ് അലാ ജഹൽ ഫഹുവ ഫിന്നാർ, വിവരമില്ലാതെ ജനങ്ങൾക്കിടയിൽ വിധിച്ചു, അവൻ നരകത്തിലാണ്. ജനങ്ങൾക്കിടയിൽ വിധിക്കുമ്പോൾ വിധിക്കപ്പെടുന്ന വിഷയത്തിൽ അറിവുണ്ടായിരിക്കണം. വിവരക്കേട് വിധിക്കാൻ പാടുള്ളതല്ല. അറിവില്ല എങ്കിൽ അറിവില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ ഇപ്രകാരം കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു ഒരു മസ്അല. ഇബ്നു ഉമർ പറഞ്ഞു, ലാ ഇൽമ ലി ബിഹ, എനിക്കതിനെക്കുറിച്ച് അറിവില്ല. ലാ ഇൽമ എന്നാ പറഞ്ഞത്, യാതൊരു അറിവുമില്ല. ലാ നാഫിയ ലിൽ ജിൻസാണ്, ആ വിഷയത്തിൽ എനിക്ക് അറിവേ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു വന്ന വ്യക്തി തിരിച്ചു പോയപ്പോൾ ഇബ്നു ഉമർ സ്വന്തത്തോട് പറയുകയാണ്, ആത്മകഥ നടത്തുകയാണ്. നിഅമ മാ ഖാല ഇബ്നു ഉമർ, ഇബ്നു ഉമർ പറഞ്ഞത് എത്ര നല്ല വാക്കാണ്. സുഇല അമ്മാ ലാ യഅലം, അറിയാത്തത് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാല ലാ ഇൽമ ലി ബിഹി, അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല എന്നാണ് ഇബ്നു ഉമർ പറഞ്ഞത്. അതുകൊണ്ട് ഇബ്നു ഉമർ പറഞ്ഞത് എത്ര നല്ലത് എന്ന് ഇബ്നു ഉമർ തന്നിലേക്ക് ചൂണ്ടിയിട്ടാണ് പറയുകയുണ്ടായത്. ദീൻ പ്രവർത്തിക്കുവാൻ ഇൽമ് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅക്കിയത് കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്. അത് അറിഞ്ഞ് മനസ്സിലാക്കി. അതേപോലെ തന്നെ ദീന് പറയുവാൻ അറിവ് വേണം, അറിവുള്ളതേ പറയാവൂ. ആളുകൾക്കിടയിൽ വിധിക്കുമ്പോൾ ജഹലിൽ വിധിക്കാൻ പാടുള്ളതല്ല. ഞാൻ പറഞ്ഞ ഹദീസിൽ നരകത്തിൽ പോകുവാൻ ഖാദിക്ക് കാരണമായ കുറ്റം ഖദാ ലിന്നാസി അലാ ജഹൽ, ജഹലിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് വിധിച്ചു. അതിനാലാണ് അയാൾ നരകത്തിൽ പോയത്. ഇമാം അബൂ ദാവൂദ് അതേപോലെ ഇമാം ഇബ്നു മാജയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പം വളരെ ഗൗരവമാണ് വിഷയം. മനുഷ്യരെ കൊല്ലുന്ന രോഗമാണ് ജഹൽ എന്ന് പണ്ഡിതന്മാർ
പറഞ്ഞത് വളരെ നേരാണ്, ഹക്കാണ്. ബിദ്അഈ കക്ഷികൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? ജഹ്ല് കൊണ്ടാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഒരു കവിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: വതിക്റാറു ദന്നുസ്ഹി മിന്നാ ലഹും ലിനഅ്ദിറ ഫീഹിം ഇലാ റബ്ബിനാ ഫലമ്മ ഇസ്തഹാനു ബിതൻബീഹിനാ റജഅനാ ഇലല്ലാഹി ഫീ അംരിനാ ഫഇശ്നാ അലാ സുന്നത്തിൽ മുസ്തഫ വമാതു അലാ തൻതന. അഥവാ സൂഫികൾക്ക് ചില ആടിക്കളിയും ഡാൻസും ഉണ്ടായിരുന്നു. ഡാൻസ് ആടി അള്ളാഹ്ക്കൊരു ഇബാദത്ത് അള്ളാഹു പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ആടി ഉലഞ്ഞുകൊണ്ടുള്ള ഒരു ഇബാദത്തിൻ്റെ രീതി ദീനിൽ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ചില പ്രത്യേക വിർദുകൾ അല്ലെങ്കിൽ ചില പ്രത്യേക ബൈത്തുകൾ, മദഹ് ഗീതങ്ങൾ, ഇതൊക്കെ പാടി ചില മജ്ലിസുകളും ഹലഖകളും സ്ഥാപിക്കുകയുണ്ടായി. ദിക്റിന്റെ സദസ്സുകൾ ദീനിൽ ഏറെ പ്രിയപ്പെട്ട സദസ്സുകളാണ്. വിജ്ഞാന സദസ്സുകൾ, ഇൽമിന്റെ മജ്ലിസുകൾ, അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് അഭയം തേടുന്ന, അള്ളാഹുവോട് സ്വർഗം ചോദിക്കുന്ന ദീനിന്റെ മജ്ലിസുകളുണ്ട്. പക്ഷേ ഈ മജ്ലിസുകളുടെ പേരിൽ പല ബിദ്അഈ ദീനില്ലാത്ത പുത്തൻ മജ്ലിസുകൾ കടന്നു വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇങ്ങനെ ആടി പാടിക്കൊണ്ടുള്ളതായ മജ്ലിസുകൾ. അങ്ങനെ ഒരു ഇബാദത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അത്തരം ആളുകളെ ആവർത്തിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. വിവരക്കേട് കൊണ്ട് അള്ളാഹ് ഇബാദത്ത് എടുക്കരുത്, ഇത് വിവരക്കേടാണ്. അതാണ് വതിക്റാറു ദിന്നുസ്ഹി മിന്നാ ലഹും. നമ്മളിൽ നിന്ന് ധാരാളം ഉപദേശങ്ങൾ അവരിലേക്ക് ചെന്നു. ലിനഅ്ദിറ ഫീഹിം ഇലാ റബ്ബിന. അവരെ ഉപദേശിച്ചത് ഈ തെറ്റ് കണ്ട് ഉപദേശിച്ചിട്ടില്ല എങ്കിൽ പടച്ച തമ്പുരാനോട് പണ്ഡിതന്മാർ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഒഴിവ് കഴിവ് പറയാൻ കൂടിയാണ് അവരെ ഉപദേശിച്ചത്. ഫലമ്മ ഇസ്തഹാനു ബിതൻബീഹിന. എത്ര ഉപദേശിച്ചിട്ടും ഈ ബിദ്അഈകൾ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ റജഅനാ ഇലല്ലാഹി ഫീ അംരിന. ഉപദേശം ധാരാളം കൊടുത്തു, പക്ഷെ ആളുകൾ ചെവിക്കൊണ്ടില്ല. അപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുകയുണ്ടായി. ഫഇശ്നാ അലാ സുന്നത്തിൽ മുസ്തഫ. അപ്പോൾ ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ ജീവിച്ചു. വമാതു അലാ തൻതന. അവർ അവരുടെ തെൻതനയിൽ മരിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രമാണം അവതരിപ്പിച്ചിട്ടില്ലാത്ത ഇത്തരം ആട്ടത്തിലും അതേപോലെ തന്നെ പാട്ടിലും ഒക്കെ ആയിട്ട് അവരുടെ മരണമുണ്ടായി എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത്. അപ്പം അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയ ദീൻ അറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ചായിരിക്കണം ഇബാദത്ത്. അപ്രകാരം തന്നെയാണ് ദീൻ പഠിപ്പിക്കുന്നതും അതേപോലെ തന്നെ ഫത്വ നൽകുന്നതുമായി ബന്ധപ്പെട്ട മസ്അലയും. ഖലീഫ അൽ മഹ്ദി അഥവാ അബ്ബാസി ഖുലഫാക്കളിൽ അൽ മഹ്ദി എന്ന് പറയുന്ന ഖലീഫ നാട് ഭരിച്ചിരുന്ന കാലം ഇമാം ഷാത്തിബി അദ്ദേഹത്തിന്റെ അൽ ഇഅ്തിസാമിൽ നൽകുന്ന ഒരു സംഭവമാണ്. ഇമാം ഷുറൈഖ് ഇബ്നു അബ്ദുല്ലാ അൽ ഖാദി, ഷുറൈഖുൽ ഖാദി അറിയപ്പെട്ട ഖാദിയാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ, ഷുറൈഖ് റഹിമഹുല്ല. ഒരിക്കൽ മഹദിയുടെ അടുക്കലേക്ക് കൊട്ടാരത്തിലേക്ക് വന്നു. അപ്പം മഹദി പറഞ്ഞ് ഒരു വാളും അതേപോലെ തന്നെ ഒരു വിരിപ്പും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇമാം ഷുറൈഖ് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ എന്തിനാണ് വാളും വിരിപ്പും? അപ്പൊ പറഞ്ഞു, നിങ്ങളെ തല വെട്ടാനാണ്, ഖാദിന്റെ തല വെട്ടാൻ. അപ്പൊ അതെന്തിനാ? അപ്പൊ പറഞ്ഞ്, ഞാനൊരു സ്വപ്നം കണ്ട്, ആ സ്വപ്നത്തിൽ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ മുഖം തിരിച്ചാണ് കടന്നു വരുന്നത്. അതാണ് മഹദി കണ്ട സ്വപ്നം.
ഷുറൈഖുൽ ഖാദി കടന്നു വരുമ്പോൾ മഹദിയുടെ സദസ്സിലേക്ക് വരുമ്പോൾ മുഖം തിരിച്ചാണ് വരുന്നത്. അപ്പം ഞാൻ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ച്, അപ്പോൾ സ്വപ്ന വ്യാഖ്യാതാക്കൾ പറഞ്ഞത് ഷുറൈഖുൽ ഖാദി ബാഹ്യമായിട്ടേ നിങ്ങളോട് കൂറുള്ളൂ, അയാളുടെ ഉള്ളു നിങ്ങളോട് വിദ്വേഷത്തിലും പകയിലുമാണ്. അതാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. അപ്പൊ പറഞ്ഞു നോക്കുമ്പോൾ മഹദിക്കും അത് ഉൾക്കൊണ്ട്, അതായത് തൻ്റെ അടുക്കലേക്ക് ഷുറൈഖ് കടന്നു വരുന്നു, പക്ഷെ മുഖം അങ്ങോട്ട് തിരിച്ചിട്ടാണ്, മുഖം കെട്ടില്ല. അപ്പൊ അതിന്റെ പൊരുൾ സ്വപ്ന വ്യാഖ്യാതാക്കൾ പറഞ്ഞു കൊടുത്തത് അവരുടെ വിവരക്കേട് വിളമ്പിയതാണ്. അവർ പറഞ്ഞത് നിങ്ങളോട് മനസ്സിൽ ഷുറൈഖിന് കൂറില്ല, ഉപരിപ്ലവമായ പ്രകടനങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങളുടേത് ചതിപ്രയോഗങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് കൊല്ലാൻ തീരുമാനിച്ചത്. എന്താ ഷുറൈഖുൽ ഖാദി പറഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ കണ്ട സ്വപ്നം ഖലീലുല്ലാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട സ്വപ്നവുമല്ല, നിങ്ങൾക്ക് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു തന്നവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞതുപോലെ പറഞ്ഞതുമല്ല. അഥവാ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞവർ മാസൂമായ നബിയല്ല, സ്വപ്നം കണ്ട നിങ്ങളും മാസൂമായ നബിയല്ല. നിങ്ങൾ ഖലീലുല്ലാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലുള്ള ഒരു വ്യക്തിത്വമല്ല. നിങ്ങൾക്ക് സ്വപ്നം വ്യാഖ്യാനിച്ചു തന്നവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലുള്ള വ്യക്തികളുമല്ല. ഫബിൽ അഹ്ലാമിൽ കാദിബതി തദ്രിബു അനാഖൻ നാസ്, പാഴ് സ്വപ്നങ്ങൾ കണ്ടിട്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ ആളുകളുടെ തലവെട്ടാൻ നടക്കുകയാണോ അമീറുൽ മുഅ്മിനീൻ എന്ന് ചോദിച്ചപ്പോൾ മഹദി ലജ്ജിച്ചു. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഷുറൈഖുൽ ഖാദിയോട്. ഒരു മനുഷ്യൻ്റെ തല പോകുന്ന മസ്അലയാണ്. എപ്പോൾ വിവരക്കേട് ഫത്വയായി പറഞ്ഞപ്പോൾ, സ്വപ്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഫത്വയാണ്. അതുകൊണ്ടാണ് സൂറത്ത് യൂസുഫിൽ സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? രാജാവ് സ്വപ്നം കണ്ടപ്പോൾ അഫ്തൂനി ഫി റുയായ എന്നാണ്. എൻ്റെ റുയയിൽ, എൻ്റെ സ്വപ്നത്തിൽ നിങ്ങൾ എനിക്ക് ഫത്വ നൽകുകയെന്നാണ് പറഞ്ഞത്. വഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ എന്നാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് രണ്ടുപേര് സ്വപ്നം കണ്ടതിനെ കുറിച്ച് പറഞ്ഞില്ലേ ജയിലിൽ? വദഖല മഅഹു സിജ്ന ഫതയാനി ഖാല അഹദുഹുമാ ഇന്നി അറാനി ആസിറു ഖംറ. രണ്ടുപേർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയോടൊപ്പം ജയിലിൽ പ്രവേശിച്ചു. ഒരാൾ പറഞ്ഞു ഞാൻ മദ്യം പിഴിഞ്ഞുണ്ടാക്കുന്നത് സ്വപ്നം കാണുന്നു. മറ്റേ ആൾ പറഞ്ഞു ഞാൻ റൊട്ടി ചുമക്കുന്നത് കാണുന്നു, പക്ഷികൾ കൊത്തി തിന്നുന്നു എന്ന് പറഞ്ഞ സ്വപ്നം. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് നിങ്ങൾ ഫത്വ ചോദിക്കുന്ന കാര്യം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അതൊരു ഫത്വയാണ്. അത് ജഹ്ല് കൊണ്ടായിക്കൂടാ, അത് ഇൽമിന്റെ അടിസ്ഥാനത്തിലാകണം. അപ്പൊ ഇവിടെ മഹദിക്ക് ഫത്വ കൊടുത്തവർ വിവരക്കേട് കൊണ്ടാണ് ഫത്വ കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ മഹദി ഖാദിന്റെ തല വെട്ടാൻ നിൽക്കുക. അപ്പൊ നോക്ക്, നിങ്ങൾ എത്ര വലിയ അപകടമാണത്. അതുകൊണ്ടാണ് ജഹ്ല് ആളെ കൊല്ലുന്ന രോഗമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. മനുഷ്യർ വ്യതിചലിക്കാനുള്ള കാരണവും ജഹ്ലാണ്. ജഹ്ല് ഫത്വ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫത്വക്കനുസരിച്ച് ലോകം നീങ്ങും. ഫദല്ലു വ അദല്ലു, ഫത്വ പറഞ്ഞോം പിഴക്കും, കേട്ടവരും പിഴക്കും. അങ്ങനെയാണ് പറയുന്നവരും കേൾക്കുന്നവരും ഒരുപോലെ ആദർശത്തിൻ്റെ വ്യതിയാന കുരുക്കിൽ അകപ്പെടുന്നത്. ഭൗതികതയെക്കുറിച്ചുള്ള നീണ്ട പ്രതീക്ഷ പലപ്പോഴും മനുഷ്യന്മാർക്ക് വ്യതിയാനം സമ്മാനിക്കും. ഈ ദുനിയാവിനെ കുറിച്ചുള്ള ഒരു വിശ്വാസിയുടെ പ്രതീക്ഷ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത് കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, ദുനിയാവിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്, അതുപോലെ ആയാൽ മതി. അല്ലെങ്കിൽ ഒരു ഗരീബ്, പരദേശിയെ പോലെ. ഇവിടെ നമ്മൾ നിത്യമായി വസിക്കാനുള്ളവരല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ ദുനിയാവിൽ നിന്ന്
പടിയിറങ്ങേണ്ടതുണ്ട്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ പ്രതീക്ഷ വെക്കുന്ന വിഷയത്തിൽ നമ്മളെ പഠിപ്പിച്ചത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, ഇദാ അംസൈത് ഫലാ തൻതദിരി സബാഹ്, പ്രദോഷത്തിലായാൽ പ്രഭാതം പ്രതീക്ഷിക്കരുത്. വഇദാ അസ്ബഹ്ത് ഫലാ തൻതദിരിൽ മസാ, നേരം പുലർന്നാൽ വൈകുന്നേരം പ്രതീക്ഷിക്കരുത്. വഖുദ് മിൻ സിഹ്ഹതിക് ലിമറദിക്, നിനക്ക് ആരോഗ്യമുണ്ടാകുമ്പോൾ നീ ആരോഗ്യമുള്ള സമയത്ത് നിന്റെ രോഗാവസ്ഥക്ക് വേണ്ടിയിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളപ്പോൾ കഴിയുന്നത്ര ഇബാദത്തെടുത്ത് പുണ്യം പ്രവർത്തിച്ച്, രോഗമുള്ളപ്പോൾ നിനക്ക് കൂടുതൽ ചെയ്യാനും പ്രവർത്തിക്കാനും കഴിയില്ല. അതുകൊണ്ട് ആരോഗ്യം മുതലെടുക്കാൻ പറഞ്ഞു. അതേപോലെ വമിൻ ഹയാതിക് ലിമൗതിക്, മരിച്ചാൽ പിന്നെ അമലില്ല, മരണം കർമ്മങ്ങൾക്ക് തിരശീല വീഴ്ത്തും. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുമ്പായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ നീ അമലെടുക്ക്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ ഇന്ന് വൈകുന്നേരത്തെ അസ്തമയം ഞാൻ കാണും എന്നുള്ളത് പ്രതീക്ഷിക്കല്ലേ. പ്രദോഷം അതിൽ നീ ഉണ്ടായാൽ പ്രഭാതത്തിന്റെ പുലരി അത് കാണാൻ ഇവിടെ ഉണ്ടാകും എന്നുള്ളത് നീ പ്രതീക്ഷിക്കല്ലേ. ഇതാണ് സഹാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഉപദേശിച്ചത്. അപ്പൊ ദുനിയാവിൽ നമുക്ക് നീണ്ട പ്രതീക്ഷ അതുണ്ടാകാൻ പാടുള്ളതല്ല. ദുനിയാവിൽ നീണ്ട പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഹജ്ജുമായി ബന്ധപ്പെട്ട് ഉള്ള ആയത്തിൽ فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഹജ്ജ് ദുആക്ക് ജവാബുള്ള സമയ സ്ഥലവുമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമിൻ അന്നാസി മൻ യഖൂലു റബ്ബന ആതിനാ ഫിദ് ദുനിയ, ജനങ്ങളിലുണ്ട് ഞങ്ങളുടെ റബ്ബേ ദുനിയാവി നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദുആയിരക്കുന്നവർ, ദുനിയാവിന്റെ കാര്യം മാത്രം തേടുക. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് ആഖിറത്തിൽ യാതൊരു വിഹിതവും ഇല്ല. വമിൻഹും മൻ യഖൂൽ, ഹാജിമാരിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ, അല്ലാഹു ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നന്മ കനിയണമേ, ആഖിറത്തിലും നന്മ കനിയണമേ, നരകത്തിന്റെ അദാബിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണമേ എന്ന് ദുആയിരക്കുന്നവരുണ്ട്. ദുനിയാവും ആഖിറവും തേടുക, നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തേടുക, ഇങ്ങനെ ദുആയിരക്കുന്നവരുണ്ട്. അങ്ങനെ ദുആയിരക്കാനാണ് പറയുന്നത്. എന്നാൽ ദുനിയാവ് മാത്രം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ജനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞില്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയാൻ കാരണം എന്താ? ചില ആളുകൾ അങ്ങനെയാണ്, ദുആയിരക്കുമ്പോൾ ദുനിയാവ് കൊണ്ട എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അറാബികളിൽ ചിലർ ഹജ്ജ് ചെയ്യുമ്പോൾ, അള്ളാഹുവേ എനിക്ക് കുറേ ആടുകളുണ്ട്, ആ ആടുകളുടെ ഒക്കെ അകട്ടിൽ നല്ലവണ്ണം പാല് ചുരത്തേണമേ, എനിക്ക് സമ്പത്ത് അധികരിപ്പിച്ച് തരയണമേ എന്ന് ദുആ ചെയ്യുമ്പോൾ അത് ആവർത്തിച്ച് ദുആ ചെയ്യുന്നത്. അപ്പം അവരോട് പറയാണ്, കുറച്ച് ആഖിറത്തിൻ്റെ കാര്യങ്ങളോട് പറഞ്ഞളി. അപ്പോൾ അറാബികൾ പറയും, ദുനിയാവാണ് ആദ്യം ഫസ്റ്റ്, അതുകൊണ്ട് ഇവിടുത്തെ കാര്യം കഴിഞ്ഞിട്ട് മതി ആഖിറത്തിൻ്റെത് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ല ഒരു അറാബിൻ്റെ കഥ അറിയുന്നുണ്ട്. മൂപ്പര് അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ രാപ്പാർത്ത് ദുൽഹജ്ജ് 10 മുസ്ദലിഫയിൽ നേരെ മൂപ്പര് ഹറമിൽക്ക് വന്ന് കഅബത്തിന്റെ പരിസരത്ത് വന്ന്, എന്നിട്ട് കഅബത്തിന്റെ കില്ലുണ്ടല്ലോ, വിരിയിൽ പിടിച്ചു നോക്കിയിട്ട് മൂപ്പരുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി ഖബ്ല അൻ യദ്ഹമക അന്നാസ്, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ ആളുകളൊക്കെ വരുന്നതിന്റെ മുമ്പായിട്ട്. എന്നാൽ ഹാജിമാരൊക്കെ ഇനി മുസ്ദലിഫയിൽ രാപ്പാർത്ത് മിനയിൽ വന്നിട്ട് പിന്നെ ഇനി ഇങ്ങോട്ട് തവാഫിന് വേണ്ടി വരും. അപ്പം എല്ലാ ഹാജിമാരും വന്നിട്ടുണ്ടെങ്കിൽ തിരക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പഠിച്ചോൻ എനിക്ക് തരാ കഴിഞ്ഞോളന്നില്ല, അതുകൊണ്ട് ആളുകൾ വന്നിട്ട് ഇവിടെ തിരക്ക് കൂട്ടിനും പഠിച്ചോനെ എനിക്ക് പുറത്തു കണ്ട എന്ന് ആറാബി പറഞ്ഞു എന്നാണ്. എല്ലാ ആളുകളും അവരുടെ ആവശ്യങ്ങളൊക്കെ പാടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഈ ആറാബിനെ പരിഗണിച്ചില്ലെങ്കിലോ എന്നുള്ള പേടിയാണ് ആറാബിക്ക്. ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട ഒരു സ്ഥിതിവിശേഷമായിരുന്നു പല ബദുക്കൾക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആറാബി വിചാരിച്ച മാതിരിയാ അള്ളാഹു തന്നെ പറഞ്ഞത്, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖദ് ഖാമു ഫി സഈദിൻ വാഹിദിൻ
ഫസഅലൂനി ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. മനുഷ്യന്മാരൊന്നടങ്കം, അതേപോലെ തന്നെ ജിന്നും ഇൻസും എല്ലാവരും ഒരൊറ്റ നേരത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് എന്നോട് ചോദിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നതെല്ലാം ഞാൻ നൽകുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹിൻ്റെ അടുത്തുള്ളതിൽ നിന്ന് കുറയൽ എത്ര? ഒരു സൂചി സമുദ്രത്തിൽ മുക്കിയെടുത്താൽ ആ സമുദ്ര ജലത്തിൽ നിന്ന് എത്രയാണ് ആ സൂചിമേ നനഞ്ഞത്, അത്രേ കുറയുള്ളൂ. ഇങ്ങനെയുള്ള വിശാലമായ കാരുണ്യവും ഔദാര്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ ആറാബി പറയുന്നത്, മൂപ്പര് സുബൈക്ക് തന്നെ പാഞ്ഞു വരികയാണ് മുസ്ദലിഫയിൽ നിന്ന് മിനയിലൂടെ. എന്നിട്ട് കാബൻ്റെ കില്ല ചാടിയിട്ട് പറയണം, ഇല്ല ഹാജിമാരിപ്പോൾ അവിടെ എന്നിട്ട് തിരക്ക് കൂട്ടും, അതുകൊണ്ട് പഠിച്ചവനെ ഓലൊക്കെ വരുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി തന്നളാ. ആളുകളൊക്കെ ഇവിടെ വന്ന് തിരക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ വിഷയാവും. അപ്പം ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന അവസ്ഥ ഉണ്ട്. ദുനിയാവ് അള്ളാഹുവിനോട് അതുമാത്രം തേടി നടക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ എന്താ? ഈ ദുനിയാവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള ഒരു ജീവിതമാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം ഒരിക്കലും വിശ്വാസിക്ക് പാടുള്ളതല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ കുറഞ്ഞ പ്രതീക്ഷ മതി. ദീർഘമായ പ്രതീക്ഷയും നീണ്ട പ്രതീക്ഷയും അത് ആഖിറത്തിൻ്റെ വിഷയത്തിലായിരിക്കണം. ഇമാം ഇബ്നു അബ്ദുൽ ബർ ചില ആളുകൾ കൂടിയിട്ട് അവരുടെ പ്രതീക്ഷ ചുരുക്കമാണ് എന്നുള്ളത് അനുസ്മരിക്കുകയാണ്. ഒരാൾ പറഞ്ഞു, എനിക്ക് വളരെ കുറഞ്ഞ പ്രതീക്ഷയുള്ളൂ, അതുകൊണ്ട് തന്നെ നേരം പുലർന്നാൽ ഞാൻ പറയും ഇന്ന് വൈകുന്നേരം ഞാൻ ജീവിച്ചോളണമെന്നില്ല. അയാൾ പറയില്ല, അതാണ് നേരം പുലർന്നാൽ ഞാൻ വൈകുന്നേരം പ്രതീക്ഷിക്കാറില്ല, കാരണം ഞാൻ ദുനിയാവിൽ കുറഞ്ഞ പ്രതീക്ഷയിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞ്, ഓ നീണ്ട പ്രതീക്ഷ, ഇതൊരു നീണ്ട പ്രതീക്ഷയാണ്, ഇങ്ങനെ പാടില്ല. അപ്പൊ രണ്ടാമത്തെ ആൾ പറഞ്ഞു, അന വല്ലാഹ് മാ റഫഅതു റിജ്ലി ഇല്ലാ വനൻതു അന്നി ലാ അദഉഹ ഫിൽ അർദ് ഹത്താ യുബാദർനി അൽ മൗത്ത്. ഞാൻ നടക്കുമ്പോൾ എൻ്റെ ഒരു കാല് ഉയർത്തി ആ കാല് മറ്റേ കാല്, ഒരു കാല് ഉയർത്തി ആ കാല് നിലത്ത് വെക്കുകയും മറ്റേ കാല് ഉയർത്തുകയും ചെയ്യുന്നതിന് മുമ്പ് മരണം എന്നെ മുൻകടന്നെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കുറഞ്ഞ പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം മറ്റുള്ളവർ പറഞ്ഞു, ആളുകൾ പറഞ്ഞു, ഇത് നീണ്ട പ്രതീക്ഷയാണ്, ഇങ്ങനെ ദുനിയാവിനെ കുറിച്ച് പ്രതീക്ഷ വേണ്ടതില്ല. അപ്പം മൂന്നാമൻ, അമ്മ അന ഫവല്ലാഹ് മാ അഖ്റജതു നഫസൻ ഇല്ലാ വനൻതു അന്നി ലാ ഉഖ്രിജു നഫസൽ ആഖിർ. എൻ്റെ ദുനിയാവിനെ കുറിച്ചുള്ള പ്രതീക്ഷ, ഒരു നിശ്വാസം ഞാൻ വലിച്ചു വിട്ടാൽ അടുത്ത നിശ്വാസം വലിച്ചു വിടുന്നതിന് മുമ്പ് ഈ ദുനിയാവിനോട് ഞാൻ യാത്ര പിരിയേണ്ടി വരും. ഇതാണ് എനിക്ക് ഈ ദുനിയാവിലുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഒരു മനുഷ്യനുണ്ടാകേണ്ടത് എന്നുള്ളിടത്ത് മറ്റുള്ളവരെത്തിയെന്നാണ്. ഇപ്പോൾ ദുനിയാവിനെക്കുറിച്ച് കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് അത് മനുഷ്യന്മാർക്ക് ഈ ദുനിയാവിൽ വ്യതിയാനം സമ്മാനിക്കും. കുറഞ്ഞ മോഹം ദുനിയാവിൽ മതി, നീണ്ട പ്രതീക്ഷ അത് ദുനിയാവിൻ്റെ വിഷയത്തിൽ, ഭൗതികതയുടെ വിഷയത്തിൽ ആളുകൾക്ക് വേണ്ടതില്ല. എത്രയെത്ര മനുഷ്യന്മാരാണ് നീണ്ട പ്രതീക്ഷയിൽ ഇവിടെ ജീവിച്ചത്. പക്ഷേ മലക്കുൽ മൗത്ത് വന്ന് അവരെ റാഞ്ചിയെടുത്ത ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അബ്ബാസി ഖലീഫയായ അൽ മുഅ്തസിം ബില്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒരു മഹാ സംഭവമാണ്. കരുത്തനായിരുന്നു മുഅ്തസിം ബില്ല. അദ്ദേഹം പേശി മുറുക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മസിലിൽ കടിച്ചാൽ പല്ല് ഏൽക്കുമായിരുന്നില്ല എന്നാണ്. അത്ര മല്ലനായിരുന്നു. ഒരു സൈനികൻ്റെ കൈ ഇങ്ങനെ ഉണ്ടല്ല, കയ്യിൽ മുഅ്തസിം ബില്ല വിരൽ വെച്ചിട്ട് ഇങ്ങനെ വളച്ചപ്പോൾ അത് പൊട്ടിയെന്നാണ്. അത്ര കരുത്തനായിരുന്നു അൽ മുഅ്തസിം ബില്ല. കാല് ബന്ധിപ്പിച്ച് നിർത്തിയ മുഅ്തസിം ബില്ല ആ ബന്ധനത്തിൽ നിന്ന് ഒരു കുതിരപ്പുറത്ത് ചാടി എന്നാണ്.
കുതിരൻ്റെ ഉയരത്തിലേക്ക് ചാടി അപ്പുറത്തേക്ക്, ഈ ബന്ധനം അറുത്തിട്ട്. അത്ര കരുത്തനായിരുന്നു എന്നാണ്. നല്ല മെയ്യൂക്കുള്ള മല്ലനായ കരുത്തനായ ഭരണാധികാരിയായിരുന്നു അൽ മുഅ്തസിം ബില്ല. 40-ാമത്തെ വയസ്സിൽ നല്ല ബലവത്തായ ശരീരപ്രകൃതിയുള്ള മുഅ്തസിം ബില്ല മരണത്തിന് കീഴ്പ്പെടുകയാണ്. സൈനിക കമാൻഡർമാരെ വിളിച്ച്, ജഡ്ജിമാരെ വിളിച്ച്, മതപണ്ഡിതന്മാരെ വിളിച്ച് മുഅ്തസിം ബില്ല ചോദിച്ച്, ഞാൻ മരിക്കുമോ? പണ്ഡിതന്മാർ പറഞ്ഞു, താങ്കൾ മരിക്കും. മരണം താങ്കൾ ആസ്വദിച്ചേ മതിയാകൂ. മരണത്തിൻ്റെ നിഴലാട്ടം കൺമുമ്പിലായതിൽ പിന്നെ മുഅ്തസിം ബില്ല പറഞ്ഞത്, ലൗ അഅലമു അന്നി അമൂതുൽ ആൻ മാ ഫഅൽതു മാ ഫഅൽത്. ഈ ഒരു 40ൻ്റെ നിറവിൽ മരണത്തിന് കീഴ്പ്പെടേണ്ടി വരുമെന്നൊരറിവ് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്തു കൂട്ടുമായിരുന്നില്ല എന്നാണ് മുഅ്തസിം ബില്ല പറഞ്ഞത്. എത്ര മെയ്യൂക്കുള്ള ശക്തനായ ഭരണാധികാരിയായിരുന്നു. അമ്മൂരിയയിൽ ക്രൈസ്തവരിൽ ചിലർ ഒരു മുസ്ലിം സ്ത്രീയെ മാനഭംഗപ്പെടുത്തിയ സംഭവം, ആ മുസ്ലിം സ്ത്രീ വാ മുഅ്തസിമ എന്ന് വിളിച്ച് തൻ്റെ സങ്കടം പറയുകയുണ്ടായി. മുഅ്തസിം ബില്ല ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഒരു സൈന്യത്തെ തയ്യാറാക്കി റോമൻ ഭരണാധികാരികളെ ഏറ്റുമുട്ടാൻ വേണ്ടി പോയ ചരിത്രം നമുക്കറിയാം. മുഅ്തസിം ബില്ലയുടെ നേതൃത്വത്തിലാണ് ആ സൈന്യം റോമയിലേക്ക്, അമ്മൂരിയയിലേക്ക് പുറപ്പെട്ടത്. എന്നിട്ട് ലക്ഷത്തിൽ പരം വരുന്ന ആ സൈനികരെ, ശത്രുക്കളെ പോരടിച്ച് മുഅ്തസിമിൻ്റെ സൈന്യം തോൽപ്പിക്കുകയുണ്ടായി. പല പുരോഹിതന്മാരും ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അത്തിപ്പഴം വിളയുന്ന കാലമാണ്, അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിൽ വിജയമായി കൊള്ളണമില്ല എന്ന് പറഞ്ഞപ്പോൾ മുഅ്തസിം ബില്ല, അത്തിപ്പഴം പറിക്കണ കാലല്ലേ, ആ അത്തിപ്പഴം പറിക്കുന്നതിന് പകരം അത്ര എണ്ണം തലയാകട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു തൻ്റെ സൈന്യത്തെ നയിച്ചിരുന്നത് എന്നാണ്. അബൂ തമാം ആ വിഷയത്തിൽ പാടിയ കവിതകളിൽ കാണാം, അസ്സൈഫു അസ്ദഖു അംബാഅൻ മിനൽ കുതുബി ഫി ഹദ്ദിഹിൽ ഹദ്ദു ബൈനൽ ജിദ്ദി വൽ ലഇബി ബീദു സഫാഇഹി ലാ സൂദു സഹായിഫ് ഫി മുതൂനിഹിന്ന ജലാഉ ശക്കി വർ റൈബി എന്ന് തുടങ്ങിയിട്ട് ഈ മുഅ്തസിം ബില്ലയുടെ ആ ചരിത്ര ദൗത്യത്തെക്കുറിച്ച് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഗ്രന്ഥത്താളുകളിലുള്ളത് എന്താണ്? അത്തിപ്പഴം വിളയുന്ന കാലഘട്ടത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ വിജയിക്കൂല എന്നാണ്. പക്ഷേ ഗ്രന്ഥത്താളുകളേക്കാൾ ചിലപ്പോൾ വാള് സത്യം പറയും, വാളിൻ്റെ മൂർച്ചയിലാണ് കാര്യമുള്ളത് എന്ന് പറഞ്ഞിട്ടായിരുന്നു മുഅ്തസിം ബില്ലൻ്റെ പടയോട്ടം. നന്നാ ശക്തനായ ഭരണാധികാരിയായിരുന്നു. പക്ഷേ 40ൻ്റെ നിറവിൽ മുഅ്തസിം ബില്ലക്ക് മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്ന സംഭവം വളരെ ഗൗരവത്തിൽ പ്രാധാന്യപൂർവ്വം ഇസ്ലാമിക ലോകത്തെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും പാടാൻ. കം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ ഖാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഫസ്അലിൽ ആദീൻ. ഭൂമിയിൽ എത്രയാണ് നിങ്ങൾ ജീവിച്ചത് എന്ന് ചോദിച്ചാൽ എത്ര വർഷം ജീവിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ജീവിച്ച് മരിച്ചവരുടെ പ്രതികരണം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന് ഏതാനും സമയം ഭാഗങ്ങൾ ആണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത് എന്നാണ്. അങ്ങനെയാണ് ഒരു ദുനിയാവിനെ കുറിച്ച് മരണാനന്തരം പറയാനുള്ളത് എങ്കിൽ ആ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതൽ പ്രതീക്ഷകളൊന്നും വേണ്ടതില്ല, കുറഞ്ഞ പ്രതീക്ഷ മതി. അങ്ങനെ ആയാൽ നമുക്ക് ആദർശനിഷ്ഠയും ആദർശശുദ്ധി ഉണ്ടാവും. ആദർശം പണയം വെച്ച് ദുനിയാവിന് വേണ്ടി പിന്നാലെ പായുന്ന ഒരു ദുർഗതി മനുഷ്യന്മാർക്ക് ഉണ്ടാവുകയില്ല. വ്യതിചലിക്കുവാൻ കാരണമാകുന്ന
മറ്റു ചില വിഷയങ്ങളുണ്ട്. അത് മനുഷ്യന്മാർ ചില കൊണ്ട് നടക്കുന്ന ചില അളവുകോലുകളാണ്. ചിലർ സത്യം കാണുന്നതും അന്വേഷിക്കുന്നതും ആളെ നോക്കിയാണ്. ചിലർ ഭൂരിപക്ഷം അവിടെയാണുള്ളത്. ഭൂരിപക്ഷം പറയുന്നത് അതാണ്. ഇങ്ങനെ ഭൂരിപക്ഷത്തെ നോക്കി പിന്നാലെ പോയിട്ടുണ്ട് എങ്കിൽ അത് സത്യം മനസ്സിലാക്കാനുള്ള മാനദണ്ഡമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇൻ തുതിഉ അക്സറ മൻ ഫിൽ അർദ് യുദില്ലുക അൻ സബീലില്ലാഹ്. ഭൂമിയിലുള്ള ഭൂരിപക്ഷത്തെ നീ അനുസരിക്കുകയാണ് എങ്കിൽ ആ ഭൂരിപക്ഷം നിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് തെറ്റിക്കും. എത്ര മനുഷ്യന്മാരുണ്ട് ഈ ഭൂരിപക്ഷം നോക്കി തങ്ങളുടെ ആദർശം സ്വീകരിക്കുന്നവർ, ആദർശം ചിട്ടപ്പെടുത്തുന്നവർ. കൂടുതലും അതാണ്, ഭൂരിപക്ഷം ഞങ്ങളാണ്. ഇങ്ങനെയാണ് പറയാ, വമാ അക്സറുന്നാസ് വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. താങ്കൾ എത്ര ആഗ്രഹം വെച്ചാലും ഭൂരിപക്ഷം മുഅ്മിനീങ്ങളായിട്ട് താങ്കൾക്ക് കണ്ടെത്താനാവുകയില്ല. ഭൂരിപക്ഷവും മുഅ്മിനീങ്ങളല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സത്യത്തിൻ്റെ ആളുകൾ അത് തുലോം കുറവായിരിക്കും. അത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉനാസുൻ സാലിഹൂന ഖലീൽ ഫി ഉനാസി സൂഇൻ കസീർ. ഉനാസുൻ സാലിഹൂന ഖലീൽ, സാലിഹീങ്ങളായ മനുഷ്യന്മാർ കുറവാണ്. ഫി ഉനാസി സൂഇൻ കസീർ, എന്നാൽ ദുർവൃത്തന്മാരോ ധാരാളമാണ്. ദുർവൃത്തി ചെയ്യുന്ന മനുഷ്യന്മാരുടെ എണ്ണം കൂടുതലാണ്, സൽവൃത്തി ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അവരാണ് ഖുറബാക്കൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള മംഗളം മോദി ആശംസിച്ച ഖുറബാക്കളുടെ പ്രത്യേകത അവർ വളരെ കുറവായിരിക്കും, ദുർവൃത്തിയിലുള്ളവരായിരിക്കും, എണ്ണം കൂടിയവർ എന്നുള്ളതാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വഖലീലും മാഹും. വിശ്വസിക്കുകയും സുഹൃതം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ വഖലീലും മാഹും, അവരുടെ എണ്ണം വളരെ തുച്ഛമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എങ്കിൽ എങ്ങനെയാണ് ആളെ വോട്ടിനിട്ട് എണ്ണപ്പെരുപ്പത്തിനനുസരിച്ചാണ് അതിൻ്റെ പിന്നാലെ അതിനനുസരിച്ചാണ് ഹക്ക്, സത്യം, ന്യായം എന്നുള്ളത് മനസ്സിലാക്കപ്പെടുക? ഇതേപോലെ തന്നെ ചിലർ പറയും ഇതൊക്കെ സാധുക്കളാണ്, അവിടെയാണ് നേതാക്കന്മാരും പണക്കൊഴുപ്പും ധനികരും ബൂർഷകളുമൊക്കെ ഉള്ളത് എന്ന്. നേതാക്കന്മാരും അതേപോലെ നായകന്മാരും പണക്കൊഴുപ്പുള്ളവരും തമ്പുരാക്കന്മാരുമൊക്കെ അപ്പുറത്താണ് എന്നുള്ളത്, അപ്പുറത്ത് തന്നെയാണ് സത്യം എന്നുള്ളതിനുള്ള മാനദണ്ഡമായിട്ട് പറയപ്പെട്ടിട്ടില്ല. നബിമാരുടെ ചരിത്രം എടുത്തു നോക്കിയിട്ടുണ്ട് എങ്കിൽ ഏറെക്കുറെ എല്ലാ നബിമാരുടെയും ചരിത്രത്തിൽ കാണാം, നബിമാരുടെ അനുയായികൾ, സത്യത്തിന്റെ വാക്താക്കൾ, അവർ ദുർബലരായിരുന്നു, സാധുക്കളായിരുന്നു. അതുകൊണ്ടാണ് ശത്രു ജനത നബിമാരോട് തന്നെ പറയുന്നത് അനുഅ്മിനു ലക വത്തബഅകൽ അർദലൂൻ. ദുർബലരാണ് നിന്നെ പിൻപറ്റിയിട്ടുള്ളത്, അങ്ങനെയുള്ള നിനക്ക് ഞങ്ങൾ വിശ്വസിക്കുകയോ? ഫഖാലൽ മലഉ الذين كفروا من قومه ما نراك إلا بشرا مثلنا. നബിമാരുടെ സമൂഹത്തിൽ പ്രമാണിമാര് പറഞ്ഞു, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, നിന്നെ പിൻപറ്റിയിട്ടുള്ളത് നീ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. വമാ നറാക തബഅക ഇല്ല الذين هم അറാദിലുനാ ബാദിയ الرأي. ഒറ്റ നോട്ടത്തിൽ തന്നെ താങ്കളെ പിൻപറ്റിയ ആളുകൾ ആരാ? അവർ സാധുക്കളും താഴ്ന്നവരുമാണ്. വമാ നറാ ലക്കും അലൈനാ മിൻ ഫضൽ. ഞങ്ങളെക്കാൾ വലിയ സ്ഥാനവും ശ്രേഷ്ഠതയൊന്നും നിങ്ങൾക്ക് ഞങ്ങൾ കാണുന്നേ ഇല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു നബിമാരെ അവരുടെ ശത്രുക്കളായ ആളുകൾ എതിർത്തിരുന്നത് എന്നാണ്. ഹിറോക്ലിയസ് രാജാവ് അബൂ സുഫിയാനോട് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയ ജനതയെക്കുറിച്ച് ചോദിക്കണില്ലേ? മുഹമ്മദ് നബിയെ പിൻപറ്റിയത് ആരാണ് എന്ന് ഹിറോക്ലിയസ് അബൂ സുഫിയാനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അബൂ സുഫിയാൻ പറയുന്നത് ആരാ?
അയത്തബിഉഹു അഷ്റാഫുന്നാസ് അം ദുഅഫാഉഹും, ജനങ്ങളിൽ പ്രമാണിമാരാണോ മുഹമ്മദിനെ പിൻപറ്റുന്നത്, അതല്ല ജനങ്ങളിൽ ദുർബലരാണോ? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു ദുർബലരാണ്. അപ്പൊ ഹിറോക്ലേസ് പറയാണ് ഫദക്കർത അന്ന ദുഅഫാഅഹും ഇത്തബഊഹു, മക്കയിൽ ദുർബലരായ സാധുക്കളായ ആളുകളാണ് മുഹമ്മദിനെ പിൻപറ്റുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അബൂ സുഫിയാൻ? വഹും അത്ബാഉർ റസൂൽ, എല്ലാ മുർസലീങ്ങളുടെയും അനുയായികൾ അങ്ങനെയാണ്, അവർ ദുർബലരും സാധുക്കളുമായിരുന്നു. വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ ഇല്ലാ ഖാല മുത്രഫൂഹാ ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ വഖാലൂ നഹ്നു അക്സറു അംവാലൻ വഔലാദാ വമാ നഹ്നു ബിമുഅദ്ദബീൻ. വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ, മുന്നറിയിപ്പുകാരായിട്ട് ഒരു നാട്ടിലും ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചയച്ചിട്ടില്ല. ഇല്ലാ ഖാല മുത്രഫൂഹാ, ആ നാട്ടിലെ മുത്രഫീങ്ങൾ പറയാതെ, ധൂർത്തന്മാർ പറയാതെ, ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, നിങ്ങൾ നിയോഗിക്കപ്പെട്ടതിൽ ഞങ്ങൾ അവിശ്വാസികളാണ്. നബിമാരോട് ആ നാട്ടിലെ പ്രമാണിമാരുടെ വർത്താനാണ്, ദുർവൃത്തന്മാരുടെ വർത്തമാനാണ്. എന്നിട്ട് അവർ പറയും വഖാലു, അവർ പറയും നഹ്നു അക്സറു അംവാല, ഞങ്ങൾക്കാണ് പൈസ, വ ഔലാദ, ഞങ്ങൾക്കാണ് സന്തതികൾ കൂടുതൽ, വമാ നഹ്നു ബിമുഅദ്ദബീൻ, പൈസയും അതേപോലെ സന്തതികൾ ഇവിടെയുള്ളത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല എന്നായിരുന്നു അന്ന് ആ പ്രമാണിമാർ നബിമാരോട് വീമ്പ് പറഞ്ഞിരുന്നത്. അപ്പോൾ പണവും അതേപോലെ തന്നെ ആൾബലവും അതേപോലെ തന്നെ ശക്തിയും അതേപോലെ തന്നെ സ്ഥാനവും ഇതൊന്നുമല്ല ഹക്ക് അളക്കുവാനും മനസ്സിലാക്കുവാനുള്ള മാനദണ്ഡം. അങ്ങനെ അളക്കാനും മനസ്സിലാക്കാനും നിന്നിട്ടുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വ്യതിയാനമാണ്. അങ്ങനെയാണ് ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന അവസ്ഥ ഉണ്ടാകുക. അപ്പുറത്താണല്ലോ മറ്റോലൊക്കെ എന്ന് പറഞ്ഞിട്ട് എണ്ണുന്നത് ഈ രീതിയിലുള്ള ആളുകളായിരിക്കും. അത് പാടുള്ളതല്ല. ഹക്ക് അത് മാ ഖാല അല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതെവിടെയാണോ അതാണ് സ്വീകരിക്കേണ്ടത്, അതാണ് ഉൾക്കൊള്ളേണ്ടത്. ചിലർ പാരമ്പര്യവാദികളാണ്, അത് മഹാ അപകടമാണ്. കാരണവന്മാരായി നമ്മളുടെ നായകന്മാർ നേതാക്കന്മാരായി പറഞ്ഞു വന്നിരുന്നതാണ് ഇത്. ഇനിയിപ്പത് മാറ്റുകയോ, കാരണവന്മാരായി പിതാക്കളും പ്രപിതാക്കന്മാരുമായി കൈമാറ്റം ചെയ്യപ്പെട്ടതായ ഒരു വിഷയം അതിനി മാറ്റി പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നത് ഹക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ ഒരു വിശ്വാസിക്ക് അങ്ങനത്തെ ഒരു നിലപാടുണ്ടാകാൻ പാടുള്ളതല്ല. അത് അന്ധമായ അനുകരണത്തിൻ്റെയും അതേപോലെ തെറ്റായ സമീപനത്തിൻ്റെയും ഒരു രീതിയാണ്. വകദാലിക മാ അർസൽനാ മിൻ ഖബ്ലിക ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ ഇല്ലാ ഖാല മുത്രഫൂഹാ ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മ വ ഇന്നാ അലാ ആസാരിഹിം മുഖ്തദൂൻ. ഒരു നാട്ടിലും ഒരു മുന്നറിയിപ്പുകാരനെയും നബിയായി നാം നിയോഗിച്ചിട്ടില്ല. ആ നാട്ടിലുള്ള മുത്രഫീങ്ങൾ പറയാതെ, തെറ്റ് ചെയ്യുന്നവർ ദുർവൃത്തന്മാർ പറയാതെ, എന്ത് ഇന്ന വജദ്ന ആബാഅനാ അലാ ഉമ്മ, ഞങ്ങൾ ഞങ്ങളുടെ പ്രപിതാക്കളെ ഒരാദർശത്തിലാണ് കണ്ടിട്ടുള്ളത്. വ ഇന്ന അലാ ആസാരിഹിം മുഖ്തദൂൻ, ആ പിതാക്കന്മാരുടെ കാൽപ്പാടുകളെ പിൻപറ്റിയാണ് ഞങ്ങളുടെ പോക്ക്. ഞങ്ങൾ കാരണവന്മാരായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടതായ ആദർശമാണിത്, ഞങ്ങൾ അതിലൂടെ പോകുള്ളൂ, അതിനപ്പുറം ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞങ്ങൾക്കൊന്നും സ്വീകരിക്കാനില്ല. ഇത് വിശ്വാസിക്ക് പാടുള്ളതല്ല. അത്തരം വർത്തമാനം പറയുന്നവരോട് അള്ളാഹുവിൻ്റെ ചോദ്യം, ഖാല അവലൗ ജിഅ്തുകും ബിഅഹ്ദാ മിമ്മാ വജദ്തും അലൈഹി ആബാഅകും ഖാലൂ ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. ഖാല അവലൗ ജിഅ്തുകും ബിഅഹ്ദാ മിമ്മാ വജദ്തും അലൈഹി ആബാഅകും, നിങ്ങളുടെ പിതാക്കന്മാർ പ്രപിതാക്കന്മാർ അവരൊക്കെ കണ്ടതിനേക്കാൾ ഏറ്റവും ഹക്കായ, അഹ്ദാ മിമ്മാ വജദ്തും, നിങ്ങൾ കണ്ടതിനേക്കാൾ ഹിദായത്തുള്ള
വിഷയമാണ് ഞാൻ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. എന്നിട്ടും നിങ്ങൾ ഹിദായത്തിനെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ പിതാക്കന്മാരുടെ കാൽപ്പാടുകൾ പിൻപറ്റി പോവുകയാണോ എന്ന് അത്തരം വാദക്കാരോട് ചോദിക്കുമ്പോൾ ഖാല ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, നിങ്ങൾ നിയോഗിക്കപ്പെട്ടതിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഈ വിഷയത്തിൽ ധാരാളം ആയത്തുകൾ കാണാൻ സാധിക്കും. അതായത് ഒരു വിഷയം വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തെളിഞ്ഞാൽ, ബോധ്യപ്പെട്ടാൽ, പിന്നെ അത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയതിനെതിരാണ്, അത് മാറ്റി പറഞ്ഞാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇത് പാരമ്പര്യത്തെ കൈയൊഴിക്കലാണ്, ഇങ്ങനത്തെ ഒരു ദുർന്യായം വിശ്വാസിക്കുണ്ടാകാൻ പാടുള്ളതല്ല. അത് വ്യതിയാനത്തിന് കാരണമാണ്. അത് സൂക്ഷിക്കപ്പെടേണ്ട രോഗമാണ്. ഇതേപോലെ തന്നെ ചില മാനദണ്ഡങ്ങൾ മനുഷ്യന്മാർക്കിടയിലുണ്ട്. മനുഷ്യർ ചില വ്യക്തികളുടെ വിഷയത്തിൽ തീവ്രരാകും. ഇന്നയാള് പറഞ്ഞില്ലേ, ഹക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർആന്റെ സമീപനം അതാണ്, തിരുസന്നിധിയിൽ വന്നത് ഇന്നതാണ്, വ്യക്തമായ രേഖയാണ് എന്ന് പറയുമ്പോഴും അപ്പൊ ഇന്ന ആളുകളൊക്കെ ഓലൊക്കെ പെച്ചോല, ഇങ്ങനെ വ്യക്തികളുടെ വിഷയത്തിൽ തീവ്രരാകും. ഒരിക്കലും ഇസ്ലാമിൽ ഒരു മഹാനും ഇസ്മത്തില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ. പാപ സുരക്ഷിതത്തല്ല, എല്ലാവരുടെ വാക്കിലും തള്ളാനും കൊള്ളാനും ഉണ്ടാകും. അത് അടിസ്ഥാനമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അവരുടെ വിഷയത്തിൽ വരെ ചിലര് തീവ്രരായി. അതായത് ഹജ്ജിന്റെ വിഷയത്തിൽ തമത്തു ആയിട്ടുള്ള ഹജ്ജാണ് ശ്രേഷ്ഠത എന്നുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലന്റെ, അല്ലെങ്കിൽ തമത്തു ആയിട്ടുള്ള ഹജ്ജാണ് വേണ്ടത് എന്നുള്ള ഇബ്നു അബ്ബാസിന്റെ നിലപാട്. അത് ഇബ്നു അബ്ബാസ് പറയാറുണ്ട്, തമത്തു ആയിട്ടുള്ള ഹജ്ജ് ചെയ്യണം, ഉംറ നിർവഹിച്ചിട്ട് ഹജ്ജ് ചെയ്യാം. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു തആല ഉമറും ഇഫ്രാദായിട്ടുള്ള ഹജ്ജിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്ന് ചിലർ തിരിച്ചു ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആകാശത്തിൽ നിന്നൊരു കല്ലിന്റെ മഴ നിങ്ങളുടെ തലക്ക് മുകളിൽ പെയ്യാൻ സമയമായി. ഞാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ എതിർത്ത് അബൂബക്കറും ഉമറും പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയോ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ കാര്യം വന്നാൽ അതിനെതിരിൽ ആര് പറഞ്ഞാലും ആ പറഞ്ഞത് സ്വീകരിക്കപ്പെടാൻ പാടുള്ളതല്ല. ചിലര് കാണാൻ ഏറ്റവും വലിയ ഹക്കാണ് അള്ളാഹു മാത്രം ദുആയിരക്കപ്പെടണം, വിളിച്ച് പ്രാർത്ഥിക്കപ്പെടണം എന്നുള്ളത്. ആ വിഷയത്തിൽ വരെ ഇന്ന ഖോജ ഇന്ന ബെയ്ത്ത് പാടിയിട്ടുണ്ടല്ലോ, മറ്റേയാൾ ഇന്ന വരി എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇന്നയാൾ ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന ചരിത്രം കൊടുത്തിട്ടുണ്ടല്ലോ. എന്തിന്? വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞൊരു ആദർശത്തിന് എതിരിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യർ ആരായാലും അവരൊന്നും നബിമാരല്ല, അവർക്കൊന്നും പാപസുരക്ഷിതത്വമല്ല. തെറ്റ് പണയാവുന്നവരും തെറ്റ് സംഭവിക്കാവുന്നവരാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയോട് ചോദിച്ചു ഈ റഈ എഴുതുന്നതിനെ കുറിച്ച്. റഈ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബുദ്ധിയുടെ വീക്ഷണങ്ങളുണ്ടല്ലോ, കേവല ബുദ്ധിയുടെ വീക്ഷണങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നതാണ് റഈ എഴുതുക എന്നുള്ളത്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഞാൻ ആ രീതി കാണുന്നില്ല, എന്നാൽ അങ്ങനെ അത് എഴുതിയേക്കണം, അതിൽ ഞാൻ യോജിപ്പുള്ള ആളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചിലർ പറഞ്ഞു അബ്ദുല്ലാഹി ബിൻ മുബാറക് അങ്ങനെ എഴുതുന്നുണ്ടല്ലോ. അബ്ദുല്ലാഹി ബിൻ മുബാറക് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദാണ്, അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്, ഹദീസിന്റെ വിഷയത്തിൽ അമീറുൽ മുഅ്മിനീൻ എന്ന ഖ്യാതിയുള്ള പണ്ഡിതനാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയാണ്, അബ്ദുല്ലാഹി ബിൻ മുബാറക് എഴുതിയേക്കുന്നുണ്ടല്ലോ റഈ. അപ്പോൾ എന്താ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്? അബ്ദുല്ലാഹി ബിൻ മുബാറക് ലം യൻസിൽ മിനസ് സമാ, ഇബ്നു മുബാറക് ആകാശത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല, അവതരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം പണ്ഡിതനാണ്, പക്ഷേ വീഴ്ച വരും, സംഭവിച്ചേക്കും. ആ ഒരു നിലപാടാണ് പണ്ഡിതന്മാരുടെ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. അതിര് വിടാൻ പാടുള്ളതല്ല. അതിര് വിട്ടാൽ പിന്നീട് മനുഷ്യന്മാർ അത്തരം ആളുകളാൽ വ്യതിചലിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് എന്താ? ആളുകൾ
ഹക്കാൽ മനസ്സിലാക്കപ്പെടണം. ആളുകളെ കൊണ്ട് ഹക്ക് മനസ്സിലാക്കരുത്. റിജാൽ താരിഫു അഹ്ലഹ. ആളുകളെ കൊണ്ട് ഹക്ക് മനസ്സിലാക്കാൻ പാടുള്ളതല്ല. പിന്നെയോ ഹക്ക് കൊണ്ട് ആളുകളെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഹക്ക് അറിയണം, എന്നിട്ട് അതിനനുസരിച്ചാണ് ആളുകളെ മനസ്സിലാക്കേണ്ടത്. ആളുകളെ മനസ്സിലാക്കിയിട്ട് ഹക്ക് മനസ്സിലാക്കാൻ പാടുള്ളതല്ല. ആളുകളിൽ തീവ്രമായിട്ട് പിന്നെ ഇനി അയാൾ പറഞ്ഞതല്ലേ അതൊക്കെ നേരാണ് ശരിയാണ്, അങ്ങനെ പാടുള്ളതല്ല. യഅരിഫുൽ ഹക്ക്, ഹക്ക് മനസ്സിലാക്ക്. എന്നിട്ട് താരിഫു അഹ്ലഹ, ഹക്കിൻ്റെ ആളുകൾ ആരാണോ അവരെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് സുന്ദരമായ ഒരു മാനദണ്ഡമാണ്. ഈ മാനദണ്ഡത്തിനനുസരിച്ചല്ല മനുഷ്യന്മാരുടെ വ്യക്തികളോടുള്ള സമീപനമെങ്കിൽ മനുഷ്യന്മാർ വ്യതിചലിക്കുന്ന അവസ്ഥ ഉണ്ടാകും. സരിയുനി സഖ്തി എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു. പണ്ഡിതന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടുമായിരുന്നു അയാൾ. ഒരിക്കൽ അയാൾ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹർഫുകളെ സൃഷ്ടിച്ചപ്പോൾ, ലമ്മ ഖലഖല്ലാഹുൽ ഹുറൂഫ്, അല്ലാഹു ഹർഫുകളെ സൃഷ്ടിച്ചപ്പോൾ വഖഫത്തിൽ അലിഫ്, അലിഫ് നിന്നു. വസജദത്തിൽ ബാ, ബാ സുജൂദ് ചെയ്തായിരുന്നു. അലിഫ് ഇങ്ങനെയാണ്, ബാ ഇങ്ങനെ കെടുത്തിയിട്ടിട്ടല്ലേ. അപ്പം മൂപ്പരൊരു വീക്ഷണം പറഞ്ഞതാ, അലിഫ് നിന്ന് ബാ സുജൂദ് ചെയ്തിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞത് എന്താ? നഫിറു അൻഹുന്നാസ്. മൂപ്പർ ആ ഒരു വയൽ പറഞ്ഞതോട് ഇനി ജനങ്ങളെ മൂപ്പരിന്ന് അകറ്റിക്കളി എന്ന് പറഞ്ഞു. ജനങ്ങളെ മൂപ്പരിന്ന് ഇങ്ങോട്ട് വലിക്കാൻ പറഞ്ഞു. കാരണം പണ്ഡിതനാണ്, ആധ്യാത്മികനാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഹക്കല്ല മൂപ്പരുടെ വായിന്ന് വന്നത്, തെറ്റാണ് വന്നത്. അത് കാരണത്താൽ തന്നെ ആളുകളെ അകറ്റാൻ പറഞ്ഞു. മനുഷ്യരുടെ വിഷയത്തിൽ, ആബിദീങ്ങളുടെ വിഷയത്തിൽ അതിര് വിടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇതൊക്കെ മൂപ്പര് പറഞ്ഞല്ലേ ശരിയാണ് എന്നുള്ളിടത്തെത്തും. അങ്ങനെ ഒരു രീതി ഇസ്ലാമിലില്ല. അതാണ് സച്ചരിതരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആദർശത്തിൽ ഊന്നിയ ഒരു ജീവിതം, അതാണ് നമുക്കുണ്ടാകേണ്ടത്. ആദർശത്തിൽ ഊന്നിയ ജീവിതം നയിക്കുക, അതിൽ മരണപ്പെടുക. അത് ഉണ്ടാകാൻ നമ്മൾ സദാ അള്ളാഹുവിനോട് ദുആ ഇരക്കുക. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ആവർത്തിച്ച് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഈ സത്യദീനിൽ ഒരു ജീവിതവും ഈ സത്യദീനിൽ ഒരു മരണവും അതിനു വേണ്ടിയിട്ടുള്ള തേട്ടമാണ് നമ്മൾ നിർവഹിക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിനോട് സദാ ഹുദക്ക് വേണ്ടിയിട്ട് തേടുക, തുഖക്ക് വേണ്ടി തേടുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ആവർത്തിച്ച് തേടിയ ദുആ കാര്യമാണ് ഹുദ, അതേപോലെ തന്നെ തുഖ, അതേപോലെ അഫാഫ്, അതേപോലെ ഗിന. നമ്മളും ആവർത്തിച്ച് അള്ളാഹുവിനോട് ദുആ ഇരക്കുക. എന്തിന്? ഈ ദുനിയാവിനോട് യാത്ര പിരിയുന്ന സമയം ഇസ്തിഖാമത്തിൽ, ഈമാനിൽ, ആദർശത്തിൽ വ്യതിയാനമില്ലാതെ, വ്യതിചലിക്കാതെ ജീവിച്ച് നമ്മൾ ഈ ദുനിയാവിനോട് യാത്ര പിരിയുന്നതിന് വേണ്ടി. ആദർശ വ്യതിയാനത്തിൻ്റെ കാരണങ്ങൾ എന്ന വിഷയത്തിൽ ഏതാനും കാര്യങ്ങളാണ് നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് ഇവിടെ ഉണർത്തുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ സത്യദീനിൽ ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ വ്യതിയാനങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ ആദർശത്തെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലെ നമ്മുടെ നാളുകളിൽ അള്ളാഹുവിന് നമ്മളിൽ നിന്ന് ഏറ്റവും പ്രീതിപ്പെട്ട ദിനം, നമ്മൾ മരണം വരിക്കുന്ന ദിനമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് കനിയുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ റബ്ബിൻ്റെ ജന്നത്തിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തൊരിടമേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയും അവൻ്റെ നഫ്ഹത്തും
റഹ്മത്തും നമ്മളിൽ കനിയുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.